കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം നിർത്തിവെച്ചതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രി കടുത്ത പ്രതിസന്ധിയിൽ. വിതരണക്കാർക്ക് കുടിശ്ശിക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോളേജിലേക്കുള്ള മരുന്ന് വിതരണം കച്ചവടക്കാർ നിർത്തിയത്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി പ്രശ്നത്തിലിടപെട്ട് പരിഹാരം കാണണമെന്നാണ് മരുന്ന് വിതരണക്കാരുടെയും രോഗികളുടെയും ആവശ്യം. മരുന്ന് വിതരണക്കാർക്ക് കോടികളുടെ കുടിശ്ശിക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം കച്ചവടക്കാർ നിർത്തിയത്. നിലവിൽ 3 ദിവസത്തേക്കുള്ള മരുന്ന് ശേഖരണം മാത്രമാണ് മെഡിക്കൽ കോളേജ് HDS ഫാർമസിയിൽ അവശേഷിക്കുന്നത്. മരുന്ന് വിതരണം ഞായറാഴ്ച മുതൽ നിർത്തിവെക്കുമെന്നാണ് നേരത്തെ വിതരണക്കാരായ കച്ചവടക്കാരുടെ സംഘടനാ പ്രതിനിധികൾ അറിയിച്ചിരുന്നത്. എന്നാൽ ശനിയാഴ്ച തന്നെ വിതരണം നിർത്തുമെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. 8 മാസത്തെ കുടിശ്ശിക ഇനത്തിൽ 75 കോടി രൂപയാണ് വിതരണക്കാർക്ക് നൽകാനുള്ളത്. നേരത്തെ ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ കച്ചവടക്കാർക്ക് അനുകൂലമായ യാതൊരു നടപടികളോ പരാതിക്ക് വേണ്ട മറുപടിയോ നൽകാത്തതാണ് മരുന്ന് വിതരണം നിർത്തിവെക്കാൻ പ്രധാന കാരണമായത്. മരുന്നുകൾക്ക് പുറമെ ജീവൻ രക്ഷാ മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങൾക്കും ഇനി കടുത്ത ക്ഷാമം നേരിടും. ഇതിനു പുറമെ ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള പേസ്മേക്കർ, ആൻജിയോപ്ലാസ്റ്റിക്കുള്ള സ്റ്റെന്റ്, ബലൂൺ, വാൽവ് തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളുടെയും വിതരണം ഈ മാസം 30 മുതൽ നിർത്തുമെന്ന് ചേംബർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് മെഡിക്കൽ ഇംപ്ലാന്റ് ആൻഡ് ഡിസ്പോസിബിൾ ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലെ 70ഓളം കച്ചവടക്കാരാണ് മെഡിക്കൽ കോളേജിലേക്ക് മരുന്നുകൾ കൈമാറുന്നത്. മരുന്ന് വിതരണം നിലച്ചതോടെ പാവപ്പെട്ട രോഗികളുടെ ആശ്രയ കേന്ദ്രമായ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് മരുന്ന് വിതരണക്കാരുടെയും രോഗികളുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.